ഏതു പക്ഷത്താണെങ്കിലും നല്ലത് നല്ലതായി കാണുന്ന മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഊരാളുങ്കൽ സൊസൈറ്റിയെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വിമർശിച്ചിട്ടുണ്ട്. ആർക്കും വിമർശിക്കത്തക്ക സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അതേസമയത്ത് നമ്മൾ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുക. വിമോചന സമരകാലം ഒക്കെ കഴിഞ്ഞ് തൊഴിലാളികളുടെ സ്വാതന്ത്ര്യം ഒക്കെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഊരാളുങ്കൽ സൊസൈറ്റി രൂപം കൊള്ളുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചരിത്രം എന്ന് പറയുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അവകാശങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ലേബർ സൊസൈറ്റി എന്ന രീതിയിലാണ്. അപ്പോൾ ഈ നോക്കുകൂലി പോലെയുള്ള കാര്യങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റിയുമായിട്ട് കൂട്ടിക്കെട്ടി നോക്കുകൂലിയെ പോലെയുള്ള കാര്യങ്ങൾ ഇതുവരെയും വിവരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പം നോക്കുകൂലി ചോദിക്കുകയും അങ്ങനെ കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷം മലീമസമാക്കുകയും ചെയ്യുന്നതിൽ എല്ലാത്തരം തൊഴിലാളി, അതായത് വലതുപക്ഷ തൊഴിലാളി യൂണിയനുകൾക്കും ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകൾക്കും ഒക്കെ പങ്കുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പക്ഷേ ഊരാളുങ്കൽ സൊസൈറ്റിക്കും പങ്കുണ്ടായേക്കാം. പക്ഷേ പൊതുവെ ഊരാളുങ്കൽ സൊസൈറ്റി ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സൊസൈറ്റിയാണ്. എന്നിരിക്കൽ തന്നെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഊരാളുങ്കൽ സൊസൈറ്റിയെ വിമർശിച്ചു എന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം നമുക്കറിയാം എന്നാ കിഫ്ബി വന്നത്. കിഫ്ബി വന്നത് 1999 അസംബ്ലിയിലെ ഒരു ആക്ട് വഴി നിലവിൽ വന്നത്. പക്ഷേ 1999 വന്നപ്പോൾ മുതൽ അത് 2016 വരെ സ്ലീപ്പിംഗ് മോഡിലായിരുന്നു. അതായത് UDF ഗവൺമെൻറ് 2011-12 മുതൽ 15-16 വരെ ഭരിച്ച UDF ഗവൺമെൻറ് കിഫ്ബിയെ എടുത്ത് ഉപയോഗിച്ചില്ല. അങ്ങനെ ഇരിക്കെ 2016 LDF ഗവൺമെൻറ് ഭരണത്തിൽ വരുമ്പോഴാണ് കിഫ്ബിയുടെ ആക്ട് ഒന്നോടെ അമെൻഡ് ചെയ്തത്. എന്തിനായിരുന്നു? അതിൻ്റെ അക്കൗണ്ടുകൾ, അതായത് പ്രാരംഭ അക്കൗണ്ടുകളൊക്കെ CAG ഓഡിറ്റ് ചെയ്തു കൊള്ളട്ടെ, അതിൻ്റെ പ്രവർത്തന അക്കൗണ്ടുകൾ CAG ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ തരത്തിലാണ് ഒരു അമെൻമെൻറ്റ് അതിൻ്റെ കിഫ്ബിയുടെ ആക്റ്റിൽ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ CAG പറഞ്ഞിരുന്നു, ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്, ഇത് കേരളത്തെ കടക്കണിയിലേക്ക് കൊണ്ടുപോകും, വരും തലമുറയിലേക്ക് ഈ കടത്തിൻ്റെ ഭാരമുണ്ടാകും, ഇത് ഖജനാവിനകത്ത് വരേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അന്ന് തന്നെ CAG സൂചിപ്പിച്ചതാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് തുടങ്ങിയത്. അപ്പോൾ കടമെടുപ്പ് തുടങ്ങി, നമുക്കറിയാം, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തു. അതിലേക്ക് CDPQ എന്ന കമ്പനി 2185 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 9.73% പലിശയ്ക്ക്. അങ്ങനെ പ്രവർത്തനം തുടങ്ങിയ കിഫ്ബി ഈ മസാല ബോണ്ട് വഴി, അതായത് ബോണ്ടുകൾ വഴി ധാരാളം പണം സമാഹരിച്ചു. അങ്ങനെ സമാഹരിച്ച പണം ഉപയോഗിച്ച് എന്തായിരുന്നു കിഫ്ബിയുടെ ലക്ഷ്യം? അടിസ്ഥാന സൗകര്യ വികസനം. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഭൗതിക അടിസ്ഥാന സൗകര്യം, റോഡ്, പാലം തുടങ്ങിയവയുടെയൊക്കെ നിർമ്മാണം. അതുപോലെ തന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് സാമൂഹ്യ മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ, മെഡിക്കൽ കൺസ്ട്രക്ഷൻസ് ആകട്ടെ, സ്കൂൾ കൺസ്ട്രക്ഷൻസ് ആകട്ടെ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തരം ചെലവുകളും ആണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കൂടെ വരിക. അപ്പോൾ ഇങ്ങനെ ഭൗതിക അടിസ്ഥാന സൗകര്യവും സാമൂഹ്യ അടിസ്ഥാന സൗകര്യവും നിർമ്മിക്കുന്നതിൻ്റെ ചുമതല കിഫ്ബിയെ ഏൽപ്പിക്കുന്നു LDF ഗവൺമെൻറ് 2016 ഈ കിഫ്ബിയുടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം. അപ്പോൾ മുതലുള്ള സമസ്ത പ്രവർത്തനങ്ങളും ഏൽപ്പിച്ചു കൊടുത്തത് ആർക്കാണ്? ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്. വേറെ ഒരു കോൺട്രാക്ടേഴ്സിന് ഒരു പണിയും, അതായത് ഗവൺമെൻറ്റിൻ്റേതായ യാതൊരു പണികളും കിട്ടാതെ എല്ലാം ഊരാളുങ്കൽ സൊസൈറ്റി സബ് കോൺട്രാക്റ്റ് കൊടുത്താലേ മറ്റേതെങ്കിലും കോൺട്രാക്ടർക്ക് ജോലി കിട്ടൂ എന്ന അവസ്ഥയായിരുന്നു കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷവും നിലനിന്നത്. അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയെ പറ്റി നമ്മൾ മഹത്വവൽക്കരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്താം. അതായത് കടലുണ്ടി
പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ, ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് പുഴയിലേക്ക്, അതായത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് അതിൻ്റെ കോൺട്രാക്റ്റ്, എല്ലാ കോൺട്രാക്റ്റുകളും, ഊരാളുങ്കൽ സൊസൈറ്റി ഇല്ലാത്ത ഒരു കോൺട്രാക്റ്റും ഉണ്ടായിരുന്നില്ല കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ. അപ്പോൾ ഇത് കടലിലേക്ക് പുഴയിലേക്ക് താഴെ വീഴുന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ കൺസ്ട്രക്ഷനിൽ വന്നിട്ടുള്ള പാകപ്പിഴകളാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ വേറെ ചില എക്സാമ്പിൾസും ഉണ്ട്. ഉദാഹരണത്തിന് വയനാട് ചുരം റോഡ്. ആ ചുരം റോഡിൽ ഒരു ഭാഗത്ത് കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് അത് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുന്നതിന് മുൻപേ ഇടിഞ്ഞ് താഴുന്നു. അപ്പം കൺസ്ട്രക്ഷൻ പ്രോപ്പറായിട്ടല്ല. ഇപ്പം നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ നമുക്കറിയാം. ഇപ്പം മഴയാണ്, വടക്ക് കാസർഗോഡ് ഭാഗത്ത് ഇടിഞ്ഞ് യാത്രക്കാരുടെയും വണ്ടിയുടെയും ഒക്കെ മുകളിലേക്ക് മണ്ണ് വീഴുന്നതും റോഡ് ഇടിഞ്ഞു വീഴുന്നതും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ കൺസ്ട്രക്ഷനിലെ അശാസ്ത്രീയത മൂലമാണ്. അപ്പോൾ ഈ കടലുണ്ടിപ്പാലം മറിഞ്ഞു വീണതും അതുപോലെ തന്നെ ചുരം റോഡ് ഇടിഞ്ഞു താണതും തീർച്ചയായിട്ടും കൺസ്ട്രക്ഷനിലെ അപാകതകൾ കൊണ്ട് തന്നെയാണ് എന്നതിനാർക്കും സംശയം തോന്നേണ്ട കാര്യമില്ല. ഇനി അതിരിക്കട്ടെ, 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ആലപ്പുഴയിലെ ദേശീയപാത പണിതിട്ട് അധികം താമസിക്കുന്നതിന് മുൻപ് അവിടെ ഇടിഞ്ഞു താഴുന്നു. ഈ AM ആരിഫ് MP, LDFിൻ്റെ തന്നെ MP ആണ്, അത് ക്രമപ്രശ്നം ഉന്നയിച്ചു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്ത വേറൊരു കൺസ്ട്രക്ഷൻ, അതായത് തൃശ്ശൂർ ഒരു സ്കൂൾ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, പ്ലാസ്റ്ററിങ് കൈകൊണ്ട് വലിച്ച് താഴേക്കിട്ടു. അത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന രവീന്ദ്രനാഥിൻ്റെ തന്നെ മണ്ഡലത്തിൽ ആണ് ഈ സ്കൂൾ ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോറായ പ്ലാസ്റ്ററിങ് കാരണം. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആരും പറഞ്ഞു പോകും, ഈ ഊരാളുങ്കൽ സൊസൈറ്റി അല്ലെങ്കിൽ ഏത് കോൺട്രാക്ടറാണ് ഈ പണി ചെയ്തത് എങ്കിലും ഇത് സ്റ്റാൻഡേർഡ് അല്ല എന്നാരും പറഞ്ഞു പോകും. അതുമാത്രവുമല്ല, ധാരാളം കാര്യങ്ങൾ നമുക്ക് പത്രങ്ങളിലും ഒക്കെ ആയിട്ട് വന്ന് കേട്ടിട്ടുണ്ട്. ആരുടെയൊക്കെ പോക്കറ്റിലാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി വെച്ച് കൊടുക്കേണ്ടത് കൺസ്ട്രക്ഷന് വേണ്ടി അവരെ ഏൽപ്പിക്കുന്ന ഫണ്ട്? അപ്പോൾ ഈ പറയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇത്രയധികം സുഖമായിട്ട് ഊരു ചുറ്റി നടക്കുന്നു, അവരുടെ ആസ്തി വലിയ തോതിൽ വർദ്ധിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരു പ്രോജക്റ്റിന് കിട്ടുന്ന ഫണ്ടിൻ്റെ 40% പോലും അതിൻ്റെ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റിയിൽ ചെലവഴിക്കാൻ പറ്റാറില്ലെന്നാണ്. അത് ഊരാളുങ്കൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എൻജിനീയേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബാക്കി മുഴുവൻ എവിടെ പോകുന്നു? ബാക്കി മുഴുവനും പലരുടെയും പോക്കറ്റിലേക്ക് ഷെയറായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അഴിമതിക്ക് കുട പിടിക്കുന്ന ഒരു നാട്ടിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. പക്ഷേ ഊരാളുങ്കൽ സൊസൈറ്റിയെ കുറ്റപ്പെടുത്തിയേ തീരൂ. കാരണം അവരേറ്റെടുത്തിരിക്കുന്ന ജോലി എത്രയും നന്നായി ചെയ്ത് തീർക്കുക, അതായത് ക്വാളിറ്റി വർക്ക് ചെയ്യുക, അതാണ് അവരുടെ സൊസൈറ്റിയുടെ തന്നെ പരമപ്രധാനമായ ലക്ഷ്യം. അപ്പോൾ അതിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നു എങ്കിൽ അവരും അവരുടെ പോക്കറ്റിലേക്കും പോകുന്നുണ്ട്. ഈ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ അവരുടെ പോക്കറ്റിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കിട്ടുന്ന പണത്തിൻ്റെ 40% പോലും റോഡിലോ ബിൽഡിങ്ങിലോ ഒന്നും വീഴാത്തത്. കൈകൊണ്ട് പ്ലാസ്റ്ററിങ് വലിച്ചിറക്കാൻ പറ്റുന്നത്, റോഡ് താണു പോകുന്നത്, അതുപോലെ പാലം വെള്ളത്തിലേക്ക് ഒഴുകി വീഴുന്നത്. ഈ ഒരു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ ഇത്തരം കമൻസ് അദ്ദേഹം ഓപ്പോസിഷൻ ലീഡറായിരുന്നപ്പോൾ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതിനെ ഊരാളുങ്കൽ സൊസൈറ്റിയെ അനുകൂലിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇത് മനസ്സിലാക്കണമെന്ന് മാത്രവുമല്ല, ഊരാളുങ്കൽ സൊസൈറ്റി ജോലികൾ ചെയ്യട്ടെ. പക്ഷേ ആ ജോലികൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഇടിഞ്ഞു താഴുന്ന അല്ലെങ്കിൽ താഴേക്ക് വീഴുന്ന പാലം പണിയാനോ ഇടിഞ്ഞു താഴുന്ന റോഡ് പണിയാനോ അല്ല പൊതുമരാമത്ത് വകുപ്പ് ജോലി ഏത് കോൺട്രാക്ടർക്ക് കൊടുക്കുന്നതും അത് അന്തസ്സോടെ അത് ഏറ്റവും നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്ത് തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതിൽ നിന്ന് കൈമടങ്ങ് കൊടുക്കാനോ വാങ്ങാനോ ഉള്ളതല്ല എന്ന സതുദ്ദേശത്തോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഊരാളുങ്കൽ സൊസൈറ്റി നന്നായിരിക്കും. അവർ പലരുടെയും പോക്കറ്റിലിട്ട് കൊടുത്ത് അവരുടെ പോക്കറ്റിൽ ഇട്ട് കഴിയുമ്പോഴത്തേനെ ഈ 40% ഫണ്ട് പോലും പ്രോജക്റ്റിൽ വരില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള തിരിമറിയും ഇല്ലാതെ
ഊരാളുങ്കൽ സൊസൈറ്റിയെ ജോലികൾ ഏൽപ്പിക്കുകയും കാര്യക്ഷമത പരിശോധിച്ചു കൊണ്ടിരിക്കുകയും ആ കാര്യക്ഷമതാ പരിശോധനയ്ക്ക് നെടുനായകത്വം വഹിക്കാൻ മന്ത്രി തയ്യാറാവുകയും ചെയ്താൽ എൻ്റെ വിശ്വാസം ഒരു പ്രശ്നവുമില്ലാതെ കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യിക്കാൻ പറ്റും. അതായത് ഈ വരുന്ന 5 വർഷക്കാലം നടത്തേണ്ട പണികൾ നടത്താൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മാന്യമായ തോതിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സൊസൈറ്റിയാണ്. സൊസൈറ്റിയെ എന്താ പറയുക, ദൂർത്തിലേക്കും കൈക്കൂലിയിലേക്കുമൊക്കെ വലിച്ചിഴയ്ക്കുന്നില്ലെങ്കിൽ അന്തസ്സോടെ പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി.